It's been a year since I came to Japan. ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് തരം JDM കാർസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൽ തന്നെ നിസാൻ്റെ GTR ആണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള മോഡലാണ് നമ്മുടെ GTRൻ്റെ R35 GTR. എന്നാൽ നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്ന ഈ ഒരു R35 വളരെ സ്പെഷ്യലാണ്. നോർമൽ R35 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്പെഷ്യൽ, വളരെ റേസ് ഓറിയൻറ്റഡ് ഒരു GTR ആണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഇതാണ് നിസാൻ്റെ GTR R35 നിസ്മോ. നിസാൻ്റെ ഹൈ പെർഫോമൻസ് കാറുകൾ ഉണ്ടാക്കുന്ന മോട്ടോർ സ്പോർട്ട് ഡിവിഷനാണ് നിസ്മോ എന്ന് പറഞ്ഞാൽ. അബ്രിവേഷൻ നോക്കുകയാണെങ്കിൽ നിസാൻ മോട്ടോർ സ്പോർട്ട് എന്നാണ്. മെർസിഡീസിന് AMG, അതുപോലെ BMW M ഡിവിഷൻ പോലാണ് നിസാൻ്റെ നിസ്മോ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നോർമൽ GTR വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഓവറോൾ സ്ട്രക്ചർ റെഗുലർ GTR വെച്ച് സിമിലർ ആണ്, പക്ഷേ ഇവിടെ ഒരുപാട് കാർബൺ ഫൈബർ യൂസ് ചെയ്തിട്ടുണ്ട്. കാർബൺ വീൽസ്, കാർബൺ റൂഫ്, അതുപോലെ കാർബൺ സൈഡ് സ്കേർട്ട്, കാർബൺ സെറാമിക് ബ്രേക്സ്, പിന്നെ അത് കൂടാതെ വലിയൊരു കാർബൺ വിങ്ങും ഡിഫ്യൂസറും കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റീരിയർ മാത്രമല്ല, ഇൻറ്റീരിയറിലും അത്യാവശ്യം നല്ല രീതിയിൽ കാർബൺ ഫൈബർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്രയധികം കാർബൺ ഫൈബർ കൊടുക്കാനുള്ള മെയിൻ റീസൺ വെയിറ്റ് റിഡക്ഷൻ ആണ്. എഞ്ചിൻ നോക്കുകയാണെങ്കിൽ സെയിം 3.5 ലിറ്റർ V6 ആണ് ഇതിൽ വരുന്നത്. എന്നാൽ GTR നിസ്മോയിൽ ഈ കാണുന്ന GT3 റേസ് കാറിൻ്റെ അതേ എഞ്ചിൻ ഇൻറ്റേർണൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പവറും ടോർക്കിലും അത്യാവശ്യം വ്യത്യാസമുണ്ട്. സെയിം ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം, സെയിം ഗിയർ ബോക്സ് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. എന്നാൽ 0 to 100 ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിന് മെയിൻ റീസൺ എക്സ്ട്രാ പവർ വന്നുകൊണ്ടാണ്. സോ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ്? റെഗുലർ GTR ആണോ, ഈ കാണുന്നത് നിസ്മോ വെർഷൻ ആണോ? കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.